morning everyone. This is my healthy day in my life video. I have PCOD, PCOS, whatever it is, അതെനിക്കുണ്ട്. അപ്പം എനിക്ക് ഈ PCODക്ക് ഡോക്ടർ പ്രത്യേകിച്ച് ഇതിനായിട്ടൊരു മെഡിസിൻസ് ഒന്നും തന്നിട്ടില്ല. എന്നോട് 3 months പ്രോപ്പർ വർക്കൗട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പം അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. PCOD എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രോപ്പറായിട്ട് ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം ഇതെൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ഞാൻ ഇപ്പം ഇത് PCOD ആണ് ഡയഗ്നോസ് ചെയ്തിട്ട് 2 months കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ ഇപ്പം ഞാൻ എൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വർക്കൗട്ടിലും ഡയറ്റിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഐ തോട്ട് എന്നെപ്പോലെ ഇപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ആർക്കെങ്കിലും മേ ബി ഇതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നോടൊരു 45 minutes ഡെയിലി വർക്കൗട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ആഴ്ചയിൽ 5 ദിവസം 45 minutes വർക്കൗട്ട് ചെയ്യാൻ. പക്ഷേ ഞാൻ ആഴ്ചയിൽ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് 30 minutes ഉള്ളൂ. ആൻഡ് പ്രോപ്പറായിട്ടൊരു ഡയറ്റ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ. സോ എനിവേ ആണ് ഈ ഒരു വീഡിയോ. അപ്പം സോ രാവിലെ എഴുന്നേൽക്കുന്നത് എൻ്റെ ഫസ്റ്റത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഈ ഒരു ചിയ സീഡ് വാട്ടറാണ്. ഇതിൽ ലെമൺ പിന്നെ ഹണി ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പം ലെമണും ഒരു ഹാഫ് ഫുള്ളൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒരു 3 or 4 drops മാത്രം മതി. പിന്നെ ടേമറിക്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ഡ്രിങ്ക്. ടേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിൽ. ഫസ്റ്റൊക്കെ ചിലപ്പം നിങ്ങൾ ഇത് കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത് എന്ന് തോന്നും. ബട്ട് ദിസ് ഈസ് ഗുഡ്. നമ്മുടെ ഹെൽത്തിന് ഭയങ്കര നല്ലൊരു ഡ്രിങ്കാണിത്. ആഫ്റ്റർ എവറി വർക്കൗട്ട് സെഷൻ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നൊരു പുതിയ കാര്യമാണ് ഈ ഒരു ബുക്ക് വായിക്കുക എന്നുള്ളത്. ദിസ് ഈസ് അറ്റോമിക് ഹാബിറ്റ്. ഇത് ഭയങ്കര നല്ല ബുക്കാണ്. ബട്ട് ഇറ്റ്സ് വെരി റെയർ ഫോർ മീ ടു റീഡ് ദിസ് കൈൻഡ് ഓഫ് ബുക്സ്. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ബുക്സിൻ്റെ ബിഗ് ഫാൻ അല്ല. ഞാൻ ഒരു റൊമാൻറ്റിക് നോവൽസൊക്കെ ആണെങ്കിൽ ഞാൻ എടുത്ത് വായിച്ച് പോകും. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്കിതെടുത്ത് വായിക്കണം എന്ന് തോന്നാറില്ല. സോ ഒരു പർട്ടിക്കുലർ ടൈം ഞാൻ ഇതിനായിട്ട് മാറ്റി വെക്കാറുണ്ട്. ഇപ്പം എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 pages വായിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ 10 pages ഒന്നും എനിക്കൊന്നും വായിക്കാൻ പറ്റാറില്ല. ഒരു 4 or 5 pages ഞാൻ ഡെയിലി ഈ ഒരു ബുക്ക് വായിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കഴിക്കും എന്തായിരുന്നു എൻ്റെ വലിയൊരു കൺഫ്യൂഷൻ. ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ജസ്റ്റ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ബോയിൽഡ് എഗ്സ് മാത്രമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് ഓൾ ദ ന്യൂട്രീഷൻസ് ആൻഡ് പ്രോട്ടീൻ ടു അവർ ബോഡി. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ റീസെൻ്റായി യൂസ് ചെയ്യുന്നത് ഈ ഒരു വെൽമിക്സ് ഓർഗാനിക് മില്ലറ്റ് ഹെൽത്ത് മിക്സ് ആണ്. ദിസ് ഈസ് എ 20 grain blend വിത്ത് മില്ലറ്റ്സ്, ഗ്രെയിൻസ്, പൾസസ്, സീഡ്സ് ആൻഡ് നട്ട്സ്, properly cleaned and roasted, so it is 100% natural and really nutritious. Velmix 2 ഫോമിൽ അവൈലബിൾ ആണ്. ഒന്ന് പൗഡേർഡ് ഫോം റെഡി ടു യൂസ്, മറ്റേത് റോസ്റ്റഡ് ബോൾ ഫോം നമുക്ക് വീട്ടിൽ ഫ്രഷ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഉപയോഗിക്കാം. ആൻഡ് നോ ആഡഡ് ഷുഗർ, നോ പ്രിസർവേറ്റീവ്സ്. ഡെയിലി ഡയറ്റിൽ ഈസി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീൻ ഹെൽത്തി മിക്സാണിത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വെൽമിക്സ് ഉപയോഗിച്ച് ദോശ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി ഈസി ടു മേക്ക്. വെൽമിക്സ് പൗഡർ 2 സ്പൂൺ എടുത്ത് അല്പം സാൾട്ടും വാട്ടറും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത്രമാത്രം മതി. ഇൻസ്റ്റൻറ്റ് ദോശ ബാറ്റർ ഈസ് റെഡി. നോ ഫെർമെൻറ്റേഷൻ, നോ വെയിറ്റിംഗ്. ഡയറക്റ്റായി പാനിൽ പോയി ചെയ്ത് ദോശ ഉണ്ടാക്കാം. ടേസ്റ്റ് വൈസും വളരെ അടിപൊളിയാണ്. അതോടൊപ്പം റിയലി ഹെൽത്തിയാണ്.
എൻ്റെ ഒരു മോർണിംഗ് സ്നാക്കായിട്ടാണ് ഞാനിപ്പം ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുന്നത്. ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. പ്രത്യേകിച്ച് ഗോവ, ആപ്പിൾ, പപ്പായ ഇതൊക്കെ ആസ് എ PCOD പേഷ്യൻറ്റ് ഭയങ്കര നല്ലതാണെന്ന് പറയുന്നു. അല്ലെങ്കിലും ഇത് ഈ ഫ്രൂട്ട്സ് എല്ലാം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സാണ്. സോ ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഫ്രൂട്ട്സ് മാത്രമായിരുന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഓൺലി ഫ്രൂട്ട്സ്, ചിലപ്പോൾ ബോയിൽഡ് എഗ്സും കൂടെ ആഡ് ചെയ്യും. പക്ഷെ അത് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലതല്ല. ഫ്രൂട്ട്സ് അതിൻ്റെ ഇടയിൽ നമുക്കൊരു ലഞ്ചിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയിലൊക്കെ നമുക്ക് കഴിക്കാം, ഒരു സ്നാക്സ് പോലെ. അല്ലാതെ മോർണിംഗിൽ ഈ ഫ്രൂട്ട്സ് മാത്രമാകുമ്പം നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസും ന്യൂട്രീഷൻസും ഒന്നും എത്താത്ത പോലെ എനിക്ക് തോന്നും. സോ അതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം വെൽമിക്സിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കി കഴിക്കും. ദെൻ ഒരു മോർണിംഗ് സ്നാക്സ് അങ്ങനെയൊക്കെ പോലെ ഞാൻ ഫ്രൂട്ട്സാണ് ഇപ്പോൾ കഴിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പണ്ടൊക്കെ ആണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചേനെ. ഇപ്പോൾ ഉള്ള എൻ്റെ ടൈം എന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സിൽ ഏതെങ്കിലും ഒരു സീരീസ് കാണുക, എന്നിട്ട് ഇത് കഴിക്കുക. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെനസ്ഡേ എന്ന് പറഞ്ഞ ആ ഒരു സീരീസാണ്. ഞാൻ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടു, സീസൺ 1 ഞാൻ കണ്ടു. സീസൺ 2 ഞാൻ കുറേ കാലം ഞാൻ കാണുമെന്ന് വിചാരിക്കുന്നു. അത് ഈ വർഷം തോന്നുന്നു ഇറങ്ങിയത്, എനിക്ക് ഓർമ്മയില്ല. സോ ഞാൻ അതിൻ്റെ സെക്കൻഡ് സീസണാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഒരുപാട് വെള്ളം കുടിക്കുക. ഈ ബോട്ടിൽ കാണുന്ന സമയത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് ആക്ച്വലി എൻ്റെ ബോട്ടിലല്ല, എൻ്റെ ഫ്രണ്ടുണ്ട് കാവ്യ. സോ കാവ്യ ഇത് കാണുന്നുണ്ടെങ്കിൽ കാവ്യൻ്റെ ബോട്ടിലാണിത്. കാവ്യ എൻ്റെ ഓഫീസ് വ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കാവ്യയെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കാവ്യ ഒരു 5 months മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, ഓഫീസിലുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവളിപ്പോൾ ദുബായിലേക്ക് പോയി. പക്ഷേ ആ ഒരു 5 മാസം നല്ല അടിപൊളിയായിരുന്നു. അവളും ഞാനും പിന്നെ അഭിജിത്തും ശാന്തിനി എല്ലാവരുമായിട്ട് നല്ല രസമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഓഫീസിലേക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടം വന്നു. തിരിച്ച് എൻ്റെ ഒരു കോളേജിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ പോയൊരു അങ്ങനത്തെ ഒരു വൈബായിരുന്നു ആ ടൈമിൽ. അതിന് ആ ഒരു 5 months ഞങ്ങൾ ഭയങ്കര ക്ലോസായി. എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ് കാവ്യ എപ്പോഴും. അപ്പോൾ കാവ്യക്ക് വെള്ളം കുടിക്കണം, ലൈക്ക് ദിവസം ഇത്ര ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളത്. അപ്പോൾ കാവ്യേൻ്റെ ബോട്ടിലാണിത്. പക്ഷെ ഞങ്ങളെല്ലാവരും ഈ ബോട്ടിൽ നിന്നായിരുന്നു വെള്ളം കുടിക്കാറ്. കാവ്യ ദുബായിലേക്ക് പോയ സമയത്ത് അവൾ ഈ ബോട്ടിൽ അവിടെ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് നീ എടുത്തോന്ന് പറഞ്ഞു, നീ സൂക്ഷിച്ച് വെച്ചോന്ന് പറഞ്ഞു. സോ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും നമ്മുടെ ഓഫീസിലെ കാര്യങ്ങളും ഒക്കെ ഓർക്കും. സോ അപ്പം ഇതിലിപ്പം ഞാനിങ്ങനെ ഫുൾ അളവ് നോക്കിയിട്ടാണ് വെള്ളം കുടിക്കുന്നത്. ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. അപ്പം ഏകദേശം ഒരു 3 ലിറ്ററോളം വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക ബോഡി എപ്പോഴും. അത് എനിക്ക് തോന്നുന്നു കുറേ വിശപ്പ് കൺട്രോൾ ചെയ്യാനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമുക്കിങ്ങനെ എല്ലാത്തിനോടും ഭയങ്കര വിശപ്പായിരിക്കുമല്ലോ. നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്ന ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ക്രേവിങ്സ് കൂടും. ആ ഒരു ക്രേവിങ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം കുടിക്കുന്നത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു വെള്ളം കുടിക്കുന്നത് ശീലമാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓരോ ദിവസവും ഇത്ര വെള്ളം കുടിക്കാൻ തോന്നും. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, ഡ്രിങ്ക് മോർ വാട്ടർ ആൻഡ് ഹൈഡ്രേറ്റ് യുവർ ബോഡി വെരി വെൽ. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ എം ക്രിയേറ്റിംഗ് എ പോർട്ട്ഫോളിയോ. ആസ് എ ഡിസൈനർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ക്രിയേറ്റ് എ ഗുഡ് ആൻഡ് പ്രൊഫഷണൽ പോർട്ട്ഫോളിയോ. അപ്പം എൻ്റെ മുന്നത്തെ പോർട്ട്ഫോളിയോ അത്ര ബെറ്റർ അല്ല. അപ്പോൾ ഞാനൊരു പുതിയ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നൊരു പണിയിലാണ്. സോ ആ പണി കഴിഞ്ഞിട്ട് എനിക്കിനി
പണി കഴിയില്ല, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കണം. സോ ലഞ്ചിന് ഇന്ന് ചിക്കൻ കറി ഉണ്ട് ഗൈസ്. അമ്മ അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ലഞ്ച് കഴിക്കുമ്പോൾ കാണാം. ആൻഡ് ഗൈസ്, ഇഫ് യു ആർ സഫറിങ് ഫ്രം PCOD ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നില്ല എന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ പറ്റില്ല എന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ, ലുക്ക് അറ്റ് മീ ഗൈസ്, ലുക്ക് അറ്റ് മീ. I am 65 kilogram on October 3rd and today I am 56 kilogram. Yes, I almost lost 9 kilograms in 2 months. Yes, it's possible. എല്ലാം പോസിബിൾ ആണ്, നമുക്ക് പറ്റും. നമ്മളത് പ്രോപ്പർ ഡയറ്റ് എടുത്ത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഞാൻ ആക്ച്വലി ഇത് എടുക്കാൻ കാരണം, അല്ലെങ്കിൽ എനിക്ക് PCOD ആണോ PCOS ആണോ എന്നൊക്കെ ഞാൻ നോക്കാൻ തന്നെ കാരണം, എൻ്റെ ഫേസ് നിറച്ചും ആക്നേസ് വന്നു. അപ്പം അതും ഞാൻ ആദ്യം മൈൻഡ് ചെയ്തില്ല. ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിനെയും ഒന്നും കാണിച്ചില്ല. അത് വന്നത് അങ്ങനെ തന്നെ പോകുന്നു കരുതി ഒരു 2 വർഷത്തോളം ഞാൻ എൻ്റെ മുഖം നിറച്ചും ആക്നേസും ആയിട്ട് ഞാൻ നടന്നു. പിന്നെ എനിക്ക് മൂഡ് സ്വിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ചില സമയത്ത് നമുക്കിങ്ങനെ ഭയങ്കരമായിട്ടും നമുക്ക് കരയണം തോന്നും. നമുക്ക് നമ്മുടെ ഫീലിങ്സ് തന്നെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തിയപ്പം എനിക്ക് തോന്നി ഇത് വേറെന്തോ ഹോർമോണൽ ഇഷ്യൂസ് എന്തെങ്കിലും ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണിച്ചതും. ആൻഡ് എനിക്ക് ഈ ഒരു PCOD ഓർ PCOS ആണ് ഞാൻ മനസ്സിലാക്കിയതും. സോ എനിവേ, ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്ന് ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. യെസ്, ഞാനിപ്പോൾ 2 മാസം കൊണ്ട് ഒരു 9 കിലോ ഒക്കെ കുറച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് പറ്റുന്നതാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് ഞാൻ ഈ ഷുഗർ ക്രേവിങ്സും ഞാൻ ഈ ചായൻ്റെയും ചോക്ലേറ്റിൻ്റെ ഒക്കെ ഭയങ്കര അഡിക്റ്റാണ്. എല്ലാ ഫാസ്റ്റ് ഫുഡും കഴിക്കുന്ന അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പറ്റും. സോ നമുക്ക് പോയിട്ട് നല്ല അമ്മയുടെ അടിപൊളി ചിക്കൻ കറിയും ആൻഡ് എൻ്റെ റാഗി ദോശയും കഴിക്കാം. കം ഓൺ. Hi guys, I just want to show you something. This is a cute notebook sent to me by Niora. And അവർ ലാസ്റ്റ് ഇയറിൽ എനിക്ക് അവരുടെ ഒരു വീക്ക്ലി പ്ലാനറും അതുപോലെ തന്നെ ഒരു ഇയർലി പ്ലാനറും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുന്നേ അവരെനിക്ക് ഈ ഒരു ക്യൂട്ട് നോട്ട്ബുക്ക് അയച്ചു തന്നു. ആൻഡ് ദിസ് ഇസ് സോ ക്യൂട്ട് ഗൈസ്, സോ ക്യൂട്ട് ആൻഡ് സ്മോൾ. എനിക്ക് ഇങ്ങനത്തെ ബുക്സാണ് വേണ്ടത് ആക്ച്വലി, ബിക്കോസ് ഐ ഓൾവേസ് യൂസ് സ്ലിംഗ് ബാഗ്സ്. അപ്പോൾ സ്ലിംഗ് ബാഗിൽ വലിയ ബുക്ക് കൊള്ളത്തില്ല. ഇതാകുമ്പം നമുക്ക് ഏത് ബാഗിലും കൊള്ളും. ആൻഡ് ഈ ഒരു നിയോറയുടെ ബുക്സിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി, അതിൻ്റെ ഏറ്റവും ഒരു ഗുഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പേജിൻ്റെ ക്വാളിറ്റി. സോ ഗുഡ്, ഭയങ്കര നല്ല ക്വാളിറ്റിയുള്ള പേജസാണ്. ബിക്കോസ് എനിക്കെപ്പോഴും ഞാനിങ്ങനെ ഒരുപാട് കളർ പെൻ യൂസ് ചെയ്തിട്ട് എഴുതും. അങ്ങനെ എഴുതുന്ന സമയത്ത് എപ്പോഴും വേറെ ബുക്സൊക്കെ ആവുന്ന സമയത്ത് അതിൻ്റെ നെക്സ്റ്റ് പേജിലേക്കും അത് വരും. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. ദിസ് ഇസ് സോ ക്യൂട്ട്. ആൻഡ് നമുക്കിവിടെ സ്റ്റിക്കറൊക്കെ ക്യാരി ചെയ്യാനുള്ള ഒരു ചെറിയ പോർഷനൊക്കെ ഉണ്ട്. ഐ ലവ് ദെയർ ബുക്സ്, ഐ റിയലി ലവ് ദെയർ ബുക്സ്. സോ ക്യൂട്ട്. സോ ഇതിൻ്റെ ഒരു റീൽ എനിക്ക് ഷൂട്ട് ചെയ്യാനുണ്ട്. ഇറ്റ്സ് മാച്ചിങ് ഗൈസ്, ഇറ്റ്സ് മാച്ചിങ്. ഐ ആം മാച്ചിങ് വിത്ത് ദിസ് ബുക്ക് ടുഡേ. ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ എനിക്ക് എടുക്കാനുണ്ട്. അപ്പം ഇന്ന് അതിന് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് എനിക്കതിന് പോകാൻ പറ്റില്ല. സോ എനിക്കിത് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി. ബിക്കോസ് ദിസ് ബുക്ക് ഈസ് സോ ക്യൂട്ട്, സ്മോൾ ആൻഡ് ബ്യൂട്ടിഫുൾ. നിങ്ങൾക്കിത് മേടിക്കണമെങ്കിൽ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ഓൺ ആമസോൺ ഓർ നിയോറാൻ്റെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്, അവരതിൽ മേടിക്കാം, അല്ലെങ്കിൽ ആമസോണിൽ മേടിക്കാം. ആൻഡ് ഇതിൻ്റെ കുറേ കളേഴ്സ്, ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. എനിക്ക് ഈ കളറാണ് ഇഷ്ടപ്പെട്ടത്, ദിസ് ഗ്രീൻ കളർ.
ഇപ്പം ഞാൻ നൈറ്റിൽ ഒരു 7ൻ്റെ മുന്നേ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ കഴിക്കാൻ നോക്കും. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ അത് പ്രോപ്പറായിട്ടൊന്നും ഫോളോ ചെയ്യുന്നില്ല. എന്നാലും ഒരു 7 മണിക്ക് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കും. സോ ഇന്ന് ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് കഴിച്ചു. ചിക്കനൊക്കെ കഴിച്ചുകൊണ്ട് എനിക്ക് നല്ല ഹെവിയാണ്. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പ്രത്യേകിച്ച് കഴിക്കുന്നില്ല. ഈ ഒരു വാട്ടർമെലൺ ജ്യൂസ് മാത്രമാണ് ഞാൻ കുടിക്കുന്നത്. കാരണം എനിക്ക് വേറെ ഒന്നും കഴിക്കാനുള്ളൊരു സ്ഥലമില്ല. അതാ ഞാൻ പറഞ്ഞത്. ലൈക്ക് നമ്മളിപ്പം ഒരുപാട് ഫുഡ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ, എനിക്കൊക്കെ രാത്രി എപ്പം ഫുഡ് എന്നാലും ഞാൻ കഴിക്കുന്ന ഒരാളാണ്. എനിക്കങ്ങനെ എപ്പം ഫുഡ് എന്നാലും എൻ്റെ വയറിൽ സ്ഥലം ഉണ്ടാവും. പക്ഷെ ഇപ്പം ഡയറ്റൊക്കെ എടുത്ത് പ്രോപ്പറായിട്ട് പോകുമ്പം നമ്മുടെ വയറിലും സ്ഥലം കുറയും. അപ്പം നമുക്ക് നന്നായിട്ട് ഹെവിയായിട്ട് ഫുഡ് കഴിച്ചാൽ പിന്നെ ഒരു ടൈം കഴിയുമ്പോൾ നമുക്ക് കഴിക്കണം തോന്നില്ല. പക്ഷെ അങ്ങനെ എത്തണമെങ്കിൽ കുറച്ച് പാടാണ്. കാരണം ആദ്യത്തെ ഒരു 1 വീക്കൊക്കെ നമ്മൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. പക്ഷെ ആ 1 വീക്ക് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സുഖമായിട്ട് പറ്റും. യൂഷ്വലി എനിക്ക് ഈ വാട്ടർമെലനും ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ എന്തെങ്കിലും കുടിക്കണ്ടേന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ ഇവിടെ ഇപ്പം ഇത് മാത്രമേ ഒരു ഫ്രൂട്ടായിട്ടുള്ളൂ. വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കഴിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിന് മടിയായതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല ഗൈസ്. ബെറ്റർ എന്തെങ്കിലും ഒരു സാലഡ്, വെജിറ്റബിൾ സാലഡ് ഒരു 7 മണിക്ക് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ കഴിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ല, ഹെവി ആയതുകൊണ്ട് ഒരു ഹെവി ആയിട്ടുള്ളൊരു ഡിന്നർ കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു ഹെൽത്തി ഡേ ഇൻ മൈ ലൈഫ് എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് പോകാറ്. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡെയിലി ഷോർട്സും അല്ലെങ്കിൽ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പുതിയൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കി. അപ്പോൾ അതിൽ ഡെയിലി ഞാൻ റീൽസ് ഇടാറുണ്ട്. സെയിം റീൽ ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആക്കിയിട്ട് ഇടാറുണ്ട്. സോ അതിനുള്ള ഒരു എഡിറ്റിങ്ങിൻ്റെയും ലാസ്റ്റ് അത് അപ്ലോഡ് ചെയ്യുന്നതും അങ്ങനത്തെ കുറച്ച് പരിപാടിയിലായിരിക്കും ഈവനിങ് ഒക്കെ പോകുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ വർക്കൗട്ട് ആണെങ്കിലും എൻ്റെ ഡയറ്റ് ആണെങ്കിലും ഞാൻ ചെയ്യുന്നത് 100% ശരിയാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് എൻ്റെ ഒരു രീതിയിൽ ഞാനത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്ക് കാണാനുണ്ട്. എൻ്റെ ആക്നീസ് ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിട്ട് നിന്നോണ്ടിരുന്നത്. അതൊക്കെ എനിക്കിപ്പോൾ റെഡ്യൂസ് ചെയ്തു. ആക്നെ ഒട്ടും വരുന്നില്ല, എന്നാലും അത് കുറഞ്ഞു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you all in my next video. Bye.